The ultimate collaboration. Yes guys, directed by Mani Ratnam, starring Kamala Hassan. Plug Life. Sorry, Thug Life. അപ്പോൾ പടം തുടങ്ങുന്നത് തന്നെ ഷൂട്ടൌട്ടിൽ പത്രം വിടുന്ന ഒരാൾ ഭിത്തിയിൽ കയറുന്നത് കാണിച്ചിട്ടാണ്. ഇത് കണ്ടുനിന്ന് നമ്മുടെ താത്ത, അതായത് പടത്തിലെ നായകൻ, ഒരു ചെറുക്കനെ ഏറ്റെടുത്തിട്ട് പറയും, ഞാനാണ് നിന്റെ അച്ഛൻ. ഈ ചെറുക്കനാണ് നേരത്തെ ഭിത്തിയിൽ കയറിയ ആളിന്റെ മകൻ. പക്ഷെ അങ്ങനെ ഈ ചെറുക്കനെ ഏറ്റെടുത്ത് കൊണ്ടുപോയപ്പോൾ ആ ചെറുക്കന്റെ പെങ്ങളെ അവിടെ വെച്ച് കാണാതാകും. അപ്പോൾ പിന്നെ ഈ പെങ്ങളെയൊക്കെ കണ്ടുപിടിക്കണമല്ലോ. അതിനായിട്ട് നമ്മുടെ താത്ത കണ്ണിൽ കണ്ട എല്ലാ ബ്യൂട്ടി പാർലറിലും കയറി ഇറങ്ങും. അങ്ങനെ ഈ പെങ്ങളെ അന്വേഷിച്ച് നമ്മുടെ താത്ത നേരെ തൃശയെയാണ് കണ്ടുമുട്ടുന്നത്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ താത്ത തൃശയെ വെച്ചൊരു ചിന്ന വീട് സെറ്റപ്പ് അങ്ങോട്ട് തുടങ്ങും. വർഷങ്ങൾ കഴിഞ്ഞ്, അതായത് കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ചെറിയ പയ്യൻ നേരെ വളർന്നു വലുതായി STR ആയി മാറുന്നു. അവനാണ് താത്തയുടെ വലങ്കൈ. അങ്ങനെ ഇവരുടെ അധോലോകത്തിന് ഒരു പേര് ഇടും, ശ്രീ രാജരാജേശ്വരി അധോലോകം. അങ്ങനെ വെട്ട്, കുത്ത്, കൊല, ചിന്ന വീട് എന്നിവയുമായി മുന്നോട്ട് പോകുന്ന ഇവരുടെ അധോലോകത്തിൽ നിന്ന് താത്ത പെട്ടെന്ന് ജയിലിലാകും. പക്ഷേ തന്റെ അധോലോകത്തിന്റെ ചുമതല മുഴുവൻ STRന് കൊടുത്തിട്ടാകും നമ്മുടെ താത്ത ജയിലിൽ പോവുക. പിന്നെ ജയിലിൽ പോയത് കൊണ്ട് ചിന്ന വീട്ടിൽ നിന്ന് നമ്മുടെ നായിക താത്തയെ കാണാനായിട്ട് ജയിലിൽ അങ്ങോട്ട് പോകും. സ്ത്രീ വിഷയത്തിൽ അങ്ങനെ ജയിലിലും ഒരു ചിന്ന വീട് കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന താത്തയെ തന്റെ അച്ഛനെ കൊന്നത് താത്തയാണെന്ന് മനസ്സിലാക്കിയ STR തട്ടിക്കളയാൻ പ്ലാൻ ഇടും. അങ്ങനെ ഇതിന്റെ ഫലമായി ജയിലിൽ നിന്നിറങ്ങിയ താത്ത ഒരു ദിവസം കാറിൽ പോകുമ്പോൾ STR ഗുണ്ടകളെ വിട്ട് താത്തയെ ഭിത്തിയിൽ കയറ്റാൻ നോക്കും. പക്ഷെ ഇതുകൊണ്ടൊന്നും താൻ ഭിത്തിയിൽ കയറില്ല എന്ന് പറഞ്ഞ് കൊണയടിച്ച താത്തയെ വീണ്ടും കൊല്ലാൻ STR പ്ലാൻ ഇടും. പ്ലാൻ A മാത്രമേ തകർന്നിട്ടുള്ളൂ, ഇനി പ്ലാൻ B ഉണ്ട്. അങ്ങനെ വീണ്ടും കൊല്ലാനായി നമ്മുടെ താത്തയെ മഞ്ഞുമലയിലേക്ക് കൊണ്ടുപോയി താത്തയുടെ കാല് വാരി നിലത്തടിക്കും. അങ്ങനെ താത്ത ഭിത്തിയിൽ കയറി എന്ന് വിചാരിച്ച STR താത്തയുടെ രാജരാജേശ്വരി അധോലോകം അങ്ങോട്ട് കൈക്കലാക്കും. പക്ഷേ മഞ്ഞുമലയിൽ നിന്ന് വീണ താത്ത തായ്വാനിലേക്ക് യാത്രയായി എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ താത്ത മരിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. ഐ ആം സോറി, റിയലി സോറി. ഞാൻ മരിച്ചിട്ടില്ല. നിങ്ങളെയൊക്കെ നിരാശപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അങ്ങനെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത നമ്മുടെ താത്ത അടിവാരത്തെ ഏതോ വീടിന്റെ മുറ്റത്ത് പോയി വീഴുകയാണ്. അങ്ങനെ വല്യവിദ്യനെയും കുംഫു പഠിച്ച് നാട്ടിലേക്ക് വണ്ടി കയറിയ നമ്മുടെ താത്ത നാട്ടിലെത്തി ചിമ്പുവിന്റെ ആൾക്കാരെ എല്ലാം കൊല്ലാൻ തുടങ്ങുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ചിന്ന വീട്ടിലേക്ക് പോകാനും നമ്മുടെ താത്ത മറന്നിട്ടില്ല കേട്ടോ. പക്ഷെ അപ്പോഴാണ് മറ്റൊരു വേദനാജനകമായ സത്യം നമ്മുടെ നായകൻ മനസ്സിലാക്കുന്നത്. അതായത് നായിക ചിമ്പുവിന്റെ കൂടെയാണത്രേ. അങ്ങനെ നായികയെ വീണ്ടും വളച്ചെടുക്കാൻ നമ്മുടെ നായകൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഏതൊക്കെയോ ഗുണ്ടകൾ വച്ച ബോംബുകൾ കൊണ്ട് ആ വീട് അങ്ങോട്ട് തകർന്നു വീഴും. അങ്ങനെ നായികയുടെ അൽഫാമായ ബോഡി അവസാനമായി നായകൻ കാണാൻ പോയപ്പോൾ ഒരു വലിയ സ്ലാബ് ഇളകി നായകന്റെ മുതുകിലേക്ക് വീഴും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതോടെ നായകന്റെ കാര്യത്തിന് തീരുമാനമായെന്ന്. കാര്യം ഇത്രയും വലിയൊരു സ്ലാബ് ആണല്ലോ സ്വാഭാവികമായിട്ട് ഇളവി നായകന്റെ മുതുകിലേക്ക് വീഴുന്നത്. പക്ഷേ നായകൻ അവിടെ മരിക്കുന്നില്ല സുഹൃത്തുക്കളെ. വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അങ്ങനെ താത്തയെ അവിടെ വെച്ച് കണ്ട ഒരു പോലീസുകാരൻ താത്തയെ തൂക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി തന്റെ ഭാര്യയെ കൊണ്ട് ചികിത്സിപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ചികിത്സയിൽ കഴിയുമ്പോഴാണ് താത്തയ്ക്ക് മനസ്സിലാവുക ചിമ്പുവിന്റെ കാണാതെ പോയ പെങ്ങൾ ഇവളാണെന്ന്. മണ്ടനായ നമ്മുടെ ഡോൺ, അതായത് നമ്മുടെ നായകൻ, ബ്യൂട്ടി പാർലറിലൊക്കെ കയറി ഇറങ്ങിയ നേരത്തിന് ഇവിടെ വന്ന് തപ്പിയിരുന്നെങ്കിൽ ഇപ്പോൾ ആളെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയേനെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അങ്ങനെ പെങ്ങളെ കണ്ടെത്തിയ കാര്യം ചിമ്പിനെ ഫോൺ വിളിച്ച് പറഞ്ഞ താത്ത പെങ്ങളെ വേണമെങ്കിൽ ഒരു വീട്ടിലേക്ക് വരാൻ പറയും. എന്നിട്ട് ചിമ്പു വീട്ടിലേക്ക് വന്നപ്പോൾ നീ എന്നെ ചതിക്കാൻ നോക്കിയല്ലേടാ ചതിയ എന്നൊക്കെ പറഞ്ഞ് ചിമ്പുവിന്റെ കാല് വാരി നിലത്തടിക്കും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അങ്ങനെ അടിയൊക്കെ നടക്കുമ്പോൾ ചിമ്പുവിന്റെ പെങ്ങൾ അങ്ങോട്ട് കയറി വരും. അങ്ങനെ ലാസ്റ്റ് പെങ്ങളെ കണ്ടതും ചിമ്പു അടിയാകും. പിന്നെ മൂകാംബിക സ്റ്റാറിന്റെ കടുത്ത ആരാധകൻ കൂടെയായ നമ്മുടെ നായകൻ നന്മയുടെ പാതയിൽ പാടം കൊയ്യാനായിട്ട് ഇറങ്ങുന്നതോടുകൂടി പടം അങ്ങോട്ട് തീരും.